മണിരത്നം ദളപതി അനൗൺസ് ചെയ്ത സമയം രജനികാന്തിനെ കൂടാതെ മറ്റ് രണ്ട് ശക്തമായ കഥാപാത്രങ്ങളും കൂടി ചിത്രത്തിലുള്ള കാര്യം അറിഞ്ഞ് തമിഴ് സിനിമാ ലോകം ആശ്ചര്യപ്പെട്ടു. രജനി ചിത്രങ്ങളിൽ ഒന്നിലേറെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നത് ചിത്രത്തിന് വിനയായി മാറുമെന്ന് കോളിവുഡ് മാധ്യമങ്ങൾ ആഘോഷിച്ചു. രജനി ക്യാമ്പിലും ഇത് ആശങ്കയ്ക്ക് ഇടയാക്കി. രജനി ആദ്യമായിട്ടായിരുന്നു ക്ലാസ് സംവിധായകനായ മണിരത്നം ചിത്രത്തിൽ നായകനാകുന്നത്. അവസാനം പ്രദർശനത്തിന് വന്ന രജനി ചിത്രമായ ധർമ്മദുരൈ കളക്ഷൻ റെക്കോർഡുകൾ തീർത്തു നിൽക്കുന്ന സമയം ഇപ്പോൾ ഒരു മണിരത്നം ചിത്രം വേണ്ട എന്ന് പലരും രജനിയെ ഉപദേശിച്ചു. ഒടുവിൽ മദ്രാസ് എയർപോർട്ടിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ പ്രകോപന ചോദ്യങ്ങൾക്ക് മണിരത്നം കൊടുത്ത മറുപടിയായിരുന്നു രജനികാന്തിൽ മണിരത്നത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചത്. രജനികാന്തിന് പ്രാധാന്യം കുറയുമോ, അങ്ങനെ വന്നാൽ രജനിയുടെ ആരാധകർ സഹിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അല്പം ശോഭത്തോടെയായിരുന്നു മണിരത്നം പ്രതികരിച്ചത്. ഇത് എന്റെ ചിത്രമാണ്, രജനി ചിത്രമല്ല. ചിത്രത്തിന്റെ കഥ കേട്ടാണ് രജനികാന്ത് സമ്മതം മൂടിയിരിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കഥയും കഥാപാത്രങ്ങളും നാളെ നീളുകയോ ചുരുളുകയോ ഇല്ല. ഇനി രജനികാന്ത് പിന്മാറിയാൽ എന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ രജനിക്കും രജനിയെ അഭിനയിപ്പിക്കാൻ എനിക്കും സാധിക്കില്ല.